നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ പരിഗണിക്കുന്നു. കേന്ദ്ര സർവേയിൽ ജോയിയാണ് ഒന്നാമത്. അഹമ്മദാബാദിൽ ചർച്ച പുരോഗമിക്കുകയാണ്. PV അൻവറുമായി ചർച്ച നടത്തിയ ശേഷമാകും പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പേര് പുറത്തുവിടുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ആരംഭിച്ചതായി കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞല്ലോ. അവിടെ AP അനിൽകുമാർ MLA ക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഒരു സൂചനയില്ല, ഒന്നും ആലോചിച്ചിട്ടില്ല. നിലമ്പൂരിൽ എപ്പ ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്താലും ഞങ്ങൾ റെഡിയാണ്. UDF റെഡിയാണ്. ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോട് സ്ഥാനാർത്ഥിയുടെ കാര്യം ഒന്നും തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തില്ലല്ലോ. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത് എങ്ങനെയാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്? പക്ഷെ നിങ്ങളിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിൽ VS ജോയിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചയുണ്ടോ? ഒരു ചർച്ചയില്ല ഇവിടെ, യാതൊരു ചർച്ചയില്ല. D ധനസുമോദ് അഹമ്മദാബാദിലും ചേരുന്നു. ധനസുമോദ്, ഈ നിലമ്പൂരിന്റെ കാര്യത്തിൽ അവിടെ ഒരു ധാരണയായോ? നേതാക്കൾക്കിടയിൽ ഏകദേശ ധാരണയായിരിക്കുകയാണ്. VS ജോയി തന്നെ മത്സരിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. ഈ ധാരണയിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാന കാരണം ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക അവിടെ തയ്യാറാക്കിയിരുന്നു. ഈ പട്ടികയിൽ ആദ്യ പേരുകാരനായിട്ട് വന്നത് VS ജോയിയാണ്. അതുകൊണ്ട് തന്നെ VS ജോയിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി എടുക്കുന്ന തീരുമാനം. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് വളരെ ശക്തമായി തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അവിടെ രാജിവെച്ചൊഴിഞ്ഞ നേരത്തെ ഇടത് MLA ആയതിനു ശേഷം പിന്നീട് രാജിവെച്ചൊഴിഞ്ഞ PV അൻവർ വളരെ പ്രധാനപ്പെട്ട ഘടകമാകുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ VS ജോയിക്ക് ആണ് എന്നുള്ളത് തന്നെയാണ് VS ജോയിയുടെ പേര് പ്രധാനമായും പരിഗണിക്കാനുള്ള ഒരു സാധ്യത വരുന്നത്. മാത്രമല്ല, ഈ സർവേ 3 ഘട്ടമായിട്ടാണ് നടത്തിയത്. ഈ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ലീഗ് അണികളിലും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടവരും ഉയർത്തിക്കാട്ടുന്നത് VS ജോയിയുടെ പേരാണ്. അവിടെ പലപ്പോഴും ആര്യാടൻ ഷൗക്കത്തിന് ലീഗ് അണികളുടെ അത്ര ഒരു മതിപ്പില്ല എന്നുള്ളത് തന്നെയാണ് VS ജോയിയുടെ പേര് മുന്നോട്ട് വരാനുള്ള ഒരു പ്രധാന ഘടകമായിട്ട് ചൂണ്ടിക്കാട്ടിക്കുന്നത്. ഏതായാലും സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഈ തരത്തിലുള്ള VS ജോയിയുടെ പേര് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള കാര്യം, ഈ തരത്തിലുള്ള ചർച്ച നടക്കുന്നു എന്നുള്ളത് പോലും ഔദ്യോഗികമായി അംഗീകരിക്കാൻ നേതാക്കന്മാർ കൂട്ടാക്കിയിട്ടില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചപ്പോഴും ഏത് നിമിഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ഉടൻ തന്നെ സ്ഥാനാർത്ഥി റെഡിയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാര്യം AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു മുന്നൊരുക്കം നിലമ്പൂരിൽ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യം ഒരു കോൺഗ്രസിന് ഒരു പ്രശ്നമുണ്ടാവില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത വർഷം പോവുകയാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം നേടിയാൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പിടിച്ചെടുക്കുന്നത്. അത് വലിയ തരത്തിലുള്ള ഒരു വിജയം UDFന് നിയമസഭയിൽ സമ്മാനിക്കാൻ ഇടയാക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള റിസ്ക്കും എടുക്കാതെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയുടെ പേര് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഒന്നാമത് VS ജോയിയാണ്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത് അഹമ്മദാബാദിൽ നിന്ന്.